CPIM പോളിറ്റ് ബ്യൂറോ അംഗവും കാൺപൂരിലെ മുൻ MP യുമായ സുഭാഷിണി അലി രാജ്യത്തെ മഹിളാ പ്രസ്ഥാനത്തിന്റെ തന്നെ സമുന്നതയായ നേതാവാണ്. സ്വാതന്ത്ര്യസമര സേനാനിയും ഉജ്ജ്വല വിപ്ലവകാരിയുമായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ മകളുമാണ് സുഭാഷിണി. ഇപ്പോൾ സുഭാഷിണി അലി തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. സിംഗപ്പൂരിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷമാണ് അച്ഛനും അമ്മയും കാൺപൂരിൽ ജീവിതം തുടങ്ങിയിരുന്നത്. അവർക്ക് ശരിക്കും ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അവസാനം അച്ഛന് ജോലി കിട്ടി. ഡോക്ടറായിരുന്ന അമ്മ അഭയാർത്ഥി ക്യാമ്പുകളിൽ വൈദ്യസേവനം നൽകുകയും ചെയ്തു. വിഭജനത്തെ തുടർന്ന് പഞ്ചാബിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹമായി നഗരഹൃദയത്തിൽ മുസ്ലിങ്ങൾ ധാരാളം നിലനിന്നിരുന്നു. ദരിദ്ര മുസ്ലിങ്ങൾക്കിടയിലും അമ്മ പ്രവർത്തിക്കുകയുണ്ടായി. അമ്മയുടെ നേഴ്സിംഗ് ഹോമിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അക്കാലത്ത് അമ്മയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ തനിക്ക് ശരിക്കും അറിയില്ലായിരുന്നുവെന്നും സുഭാഷിണി അലി തുറന്നു പറഞ്ഞു. മാത്രമല്ല, കോളേജിൽ എത്തിയതിനു ശേഷമായിരുന്നു അമ്മയുമായി രാഷ്ട്രീയമൊക്കെ സംസാരിച്ചു തുടങ്ങിയിരുന്നത്. മുത്തശ്ശി അമ്മു സ്വാമിനാഥൻ കോൺഗ്രസ് നേതാവാണ്. എന്നാൽ അമ്മ ഒരിക്കലും കോൺഗ്രസിനോട് താല്പര്യം പുലർത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മദ്രാസിലെ മെഡിക്കൽ കോളേജ് പഠനകാലത്ത് മുതൽ സോഷ്യലിസത്തോടായിരുന്നു അമ്മയ്ക്ക് കൂടുതലും താല്പര്യമുണ്ടായിരുന്നത്. ഭരത് സിംഗ് അറസ്റ്റിലായപ്പോൾ കേസ് നടത്താൻ അമ്മയുടെ നേതൃത്വത്തിൽ മദ്രാസിൽ ധനസമാഹരണം നടത്തി 37,000 രൂപയായിരുന്നു പ്രധാനമായിട്ടും പിരിച്ചത്. അക്കാലത്ത് ഈ തുകയൊക്കെ വലുതായിരുന്നു. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയതിന് പ്രതിഷേധിച്ച് മദ്രാസിൽ ബന്ദ് ആചരിക്കുകയും ചെയ്തിരുന്നു. പൊതുപ്രവർത്തനത്തിൽ മുഴുകിയ അമ്മയുമായി ദീർഘകാല ചർച്ചകൾക്ക് അവസരം യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് INA രൂപീകരിച്ചതിനെ തുടർന്ന് അമ്മ അതിൽ സജീവമായി മാറി. അച്ഛനും വലിയ തിരക്കേറിയ ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ മദ്രാസിൽ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം വലിയ തോതിൽ ആളിക്കത്തിയിരുന്നത്. പോലീസ് വെടിവയ്പിൽ വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പ്രക്ഷുബ്ധമായ രാഷ്ട്രീയം ശരിക്കും പുതിയ അനുഭവമാണ് തന്നത്. അന്നത്തെ പ്രമുഖ DMK നേതാവിന്റെ മകൾ സഹപാഠിയായിരുന്നു. ഹിന്ദി വിരുദ്ധ പ്രസ്ഥാനത്തെക്കുറിച്ച് അവൾ സംസാരിച്ചിരുന്നു. പിന്നീട് സ്കോളർഷിപ്പ് കിട്ടിയതിനെ തുടർന്ന് അമേരിക്കയിലേക്ക് പോയി. യുദ്ധവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ കാലമായിരുന്നു തുടർന്നങ്ങോട്ട്. പഠിച്ച കോളേജ് അതിന്റെ പ്രധാന കേന്ദ്രവുമായിരുന്നു. കറുത്ത വംശജരോടുള്ള വിവേചനത്തിനെതിരെ വൻ പ്രതിഷേധം വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. അവിടെ വെച്ചായിരുന്നു കൂടുതലും മാർക്സിസ്റ്റ് ചിന്താഗതിക്കാരുമായി പരിചയപ്പെടാൻ തുടങ്ങിയത്. തുടർന്ന് അവരുടെ സംഘത്തിൽ ചേർന്നു. 1969 പഠനം പൂർത്തിയാക്കിയപ്പോൾ ഉന്നത പഠനത്തിന് കഴിയുമായിരുന്നു. പക്ഷെ പിന്നീട് നാട്ടിൽ മടങ്ങി വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാനാണ് തീരുമാനം കൈക്കൊണ്ടത്. പക്ഷെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നും കണ്ടിരുന്നില്ല. കാൺപൂരിൽ വന്നതിനു ശേഷം അച്ഛനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. അക്കാലത്തെ കാൺപൂർ പാർട്ടി സെക്രട്ടറി രാമേശ്വരം മികച്ച വ്യക്തിത്വമായിരുന്നു ശരിക്കും. പിന്നീട് പ്രചോദനം പകർന്ന് വൈകാതെ EMS കാൺപൂർ സന്ദർശിക്കുകയുണ്ടായി. 3 ദിവസം തങ്ങി കാൺപൂരിൽ CPIM ഘടകം രൂപീകരിക്കുകയും ചെയ്തു. അങ്ങനെ പാർട്ടിയിൽ ചേർന്നു.